Good afternoon. Good afternoon, ma'am. Yes, started over. Okay, see, let's start it. രാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ ചുവടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. സൈനിങ് പറഞ്ഞോടാ പറഞ്ഞു. പറയുന്നുണ്ടോ സൈനിങ്? ഞാൻ പറയാം മിസ്സേ. Signing. Good afternoon, everyone. Welcome to a great class for Rose ma'am and my dear friends who are taking class today. Thank you. Okay, thoughts. Anita. Anita, Nidhi. Lisa. Alfia. Mom, thought of the day parate. പറയാമോ? Do your best and feel proud. Again, do your best and feel proud. ഓക്കെ, നമുക്ക് സെമിനാർ ആയിരുന്നല്ലേ? ഏത് ഗ്രൂപ്പാണ് എടുത്ത് നിർത്തിയത്? മാം ഞങ്ങളായിരുന്നു, അന്ന് എനിക്ക് പറ്റിയില്ല. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പകുതി വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലേ? നസ്രിയ ക്ലാസ് പകുതി വെച്ച് എടുത്തോണ്ടിരിക്കുക. Good afternoon, all. ക്യാമറ ഓഫ് ചെയ്യണേന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ചെയ്യാം. എന്റെ ഫോണ് അന്ന് പൊട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ക്യാമറ വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലാൻഡ് പൊല്യൂഷൻ ആണ്. അപ്പോൾ ലാൻഡ് പൊല്യൂഷന്റെ ഇൻട്രൊഡക്ഷൻ അന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ കോസസ് ഓഫ് ലാൻഡ് പൊല്യൂഷനും അതുവരെയാണ് നമ്മൾ അന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയാട്ടോ. എന്താണ് ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത്? മനുഷ്യരുടെ പ്രവർത്തനങ്ങളും ഭൂമി സ്രോതസ്സുകളുടെ തെറ്റായ ഉപയോഗം മൂലം ഭൂമിയുടെ ഉപരിതലത്തിൽ നശിക്കുന്നതിനെയാണ് എന്ത് ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കോസസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ. ഒന്ന്, ഫസ്റ്റ് വൺ പോയിന്റ്, മൈനിങ് ആക്ടിവിറ്റി. കേൾക്കുന്നില്ലേ? അവിടെ വൈഫൈ കട്ടായ ചിലപ്പോ പോയി, അതുകൊണ്ടാ ചോദിച്ചത്. ഫസ്റ്റ് വൺ മൈനിങ് ആക്ടിവിറ്റി, സെക്കൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, തേർഡ് വൺ ന്യൂക്ലിയർ വേസ്റ്റ്, ഫോർത്ത് അഗ്രികൾച്ചർ ആക്ടിവിറ്റി, സീവേജ് ട്രീറ്റ്മെന്റ് ഫിഫ്ത്ത്, സിക്സ്ത് ഓവർക്രൗഡ് ലാൻഡ്ഫിൽസ്, സെവൻത്ത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. ഇതുവരെയാണ് അന്ന് നമ്മൾ പറഞ്ഞു വെച്ചത്. The negative impact of land pollution.
ഈ ലാൻഡ് പൊല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെയാണ് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് മാറുന്നത് എന്നാണ് നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത്. Distraction for tourists. The city loses its attraction as tourism destination. Tourism in that particular area drop. It lead to loss of revenue for state government and also affect business activities in that country. അതായത് ഈ ലാൻഡ് പൊല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ബാധിക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു അതാണ് പറയുന്നത്. അതായത് സഞ്ചാരികളുടെ ആകർഷണം കുറയുന്നുണ്ട് അല്ലെ. ഈ ലാൻഡ് പൊല്യൂഷന്റെ ഫലമായിട്ട് നമ്മളെ ആകർഷഫലമായിട്ടാണ് നമ്മളെ നാട്ടിലേക്ക് വിനോദസഞ്ചാരികൾ വരുന്നത്. അപ്പോൾ അവിടുത്തെ അതിന്റെ ഫലമായിട്ട് നമ്മള് ലാൻഡ് പൊല്യൂഷൻ ആയിട്ട് കിടക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മളെ ഭാഗത്തേക്ക് ടൂറിസ്റ്റുകളൊന്നും വരില്ല. ഇതിന്റെ ഫലമായിട്ട് സംസ്ഥാന സർക്കാരിന് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാവുന്നു. വരുമാന നഷ്ടം വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ സോയിൽ പൊല്യൂഷൻ. ഡിഗ്രീസ് ഇൻ സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് therefore decrease in soil yield. Generally crops can grow and flourish in polluted soil, yet if some crops manage to grow, they would poisons enough to cause serious health problem in people consuming them. നെക്സ്റ്റ് ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മണ്ണ് മലിനീകരണം, സോയിൽ പൊല്യൂഷൻ. മണ്ണിന്റെ ഫലഭൂഷ്ഠത കുറയുന്നതും അതുവഴി വിളവ് കുറയുന്നതും കാരണമാകുന്നു. മലിനമായ മണ്ണിൽ വിളകൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇനി അഥവാ ഉണ്ടായിട്ട് തന്നെ അത് കഴിച്ചാൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, അതിൽ വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെ. ആ വിള ഒരു പൂർണ്ണതയിലുള്ള ഒരു വിളയല്ല, അതുകൊണ്ട് തന്നെ അത് ഒരു വിഷാംശ വസ്തുവായിട്ട് മാറും. അപ്പൊ അത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, എഫക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. Problem of cancer such as skin cancer, human respiratory system, the toxic chemical reach. അടുത്തതെന്ന് പറയുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തിന്മേലുള്ള ആഘാതം. അതായത് മനുഷ്യന് ആരോഗ്യത്തിന് എങ്ങനെയാണ് അത് ബാധിക്കണേ എന്നതാണ്. ത്വക്കിലെ ക്യാൻസർ പോലുള്ള അർബുദ രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. നമ്മളെ ശ്വാസകോശത്തിന് ഈ വിഷാംശം അടങ്ങിയിട്ടുള്ള ഇത് കഴിക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും ശ്വസനത്തെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. വിഷാംശമുള്ള രാസവസ്തുക്കൾ ശരീരത്തിൽ എത്തുന്നു, അതും ഇതിന്റെ ഒരു ഫലമായിട്ട് കാണുന്നു. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ലാൻഡ് പൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ കോസസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ എന്താണ്, അതുപോലെ ഇമ്പാക്റ്റ് നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് എങ്ങനെയാണ് ലാൻഡ് പൊല്യൂഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നു എന്നും പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ലാൻഡ് പൊല്യൂഷൻ ഒരു സൊല്യൂഷൻ വേണമല്ലോ അല്ലെ. സൊല്യൂഷൻ ഫോർ ലാൻഡ് പൊല്യൂഷൻ, അതാണ് നമുക്ക് അടുത്തതായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് റെഡ്യൂസ്, recycle and reuse. Reduce the amount of litter recycled waste that can be recycled and reused, thus that can still be used. അതായത് നമുക്ക് മാലിന്യങ്ങൾ അളവ് കുറയ്ക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കുക, പുനഃചക്രണം ചെയ്യാൻ കഴിയുന്ന വീണ്ടും പ്രക്രിയ വഴി ഉപയോഗിക്കുക. അതായത് ചില വസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അത് പുനഃചക്രണം ചെയ്തിട്ട്, അതായത് ആ വസ്തു വേറെ രീതിയിലായിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്യാം. അത് പിന്നെന്ന് പറയുന്നത് ഉപയോഗിക്കാൻ കഴിയുന്നവ ഉണ്ടാവും, അതൊന്ന് വീണ്ടും ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ഈ പ്രവൃത്തി തന്നെ എന്താണ് പല രാജ്യങ്ങളിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാലിന്യം ലാൻഡ് പൊല്യൂഷൻ ഉണ്ടാവാൻ പരിഹാര മാർഗങ്ങളായിട്ട് കാണുന്നുണ്ട്. എന്താണ്? റെഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ലാൻഡ് പൊല്യൂഷന്റെ ഫസ്റ്റ് സൊല്യൂഷൻ ആണ് പറഞ്ഞത്. എന്താണ്? റെഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ്. ഓക്കെ, നെക്സ്റ്റ് വൺ by biodegradable product. Biodegradable product enable the waste product to compost as a rubbish will product. അതായത്
ജൈവ വിഘടനം സംഭവിക്കുന്ന ഉൽപ്പന്നങ്ങൾ. അതായത് എന്താണ്? അത് ജീർണിച്ചു പോവും, മണ്ണിൽ അലിഞ്ഞു പോവും. അതായത് ഒരു രാസവസ്തുവിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? ബയോഡിഗ്രേഡബിൾ പ്രൊഡക്റ്റ്. ബയോഡിഗ്രേഡബിൾ പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വഴി മാലിന്യം എളുപ്പത്തിൽ വളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതുവഴി പരിസ്ഥിതിയിലെ ചപ്പുചവറുകൾ ഗണ്യമായി കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ബൈ ബയോഡിഗ്രേഡബിൾ പ്രൊഡക്റ്റ്. തേർഡ് വൺ, create dumping ground away so that waste product will not be seen all over places. Clean, save the environment. അതായത് മാലിന്യ നിക്ഷേപം നിങ്ങൾ ഒരു പ്രത്യേക കേന്ദ്രങ്ങളായി സ്ഥാപിക്കുക അല്ലെ. എല്ലായിടത്തും ഓരോ മാലിന്യ നിക്ഷേപങ്ങളാക്കുമ്പോൾ ആ ഒരു വൃത്തിയേട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗത്ത് ഡംപിങ് കറക്റ്റായിട്ട് നിക്ഷേപിക്കുക. മാലിന്യം എല്ലായിടത്തും കാണാതിരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഒരു ഭാഗത്താണ്, അവിടെയാണ് മാലിന്യങ്ങൾ വേസ്റ്റ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് നിക്ഷേപിക്കേണ്ടതെന്ന് അറിയുമ്പോൾ ആ ഭാഗത്തേക്ക് എല്ലാവരും പോയി അവിടെ അത് നിക്ഷേപിക്കും. അപ്പോൾ അതിന്റെ ഫലമായിട്ട് എന്താകും? പരിസരം വൃത്തിയായി ഇരിക്കാൻ സഹായിക്കുന്നു, മലിനീകരണം കുറയുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു പ്രവണതയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡു ഓർഗാനിക് ഗാർഡൻ. ഓർഗാനിക് ഗാർഡൻ എന്ന് പറയുന്നത് എന്താണ്? രാസവളങ്ങൾ ഉപയോഗിക്കില്ല. ഈ ജൈവ കൃഷിയാണ് ഈ ഡു ഓർഗാനിക് ഗാർഡൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെന്താണ്? രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല, ആരോഗ്യപ്രദമായിട്ടുള്ളതാണ് ഈ ജൈവ കൃഷി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉയർന്ന വിലക്ക് വിൽക്കാൻ സാധിക്കും അല്ലെ. എന്തായാലും രാസവളങ്ങൾ ഉപയോഗിക്കാത്തൊരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് അത് ഉയർന്ന പ്രൈസിൽ വിൽക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ ഫോർ ലാൻഡ് പൊല്യൂഷന്റെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ്. നെക്സ്റ്റ്, ബൈ ബയോഡിഗ്രേഡബിൾ പ്രൊഡക്റ്റ്. തേർഡ്, ക്രിയേറ്റ് ഡംപിങ് ഗ്രൗണ്ട് അവേ. ഡു ഓർഗാനിക് ഗാർഡൻ. അങ്ങനെയാണ് സൊല്യൂഷൻ ഫോർ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് കൺക്ലൂഷൻ കൊടുക്കാം. മനുഷ്യന്റെ ഇടപെടലിനെ ആശ്രയിച്ചിരിക്കുന്ന നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പ് നമുക്ക് അതിനെ സംരക്ഷിക്കുകയോ നശിക്കുകയോ ചെയ്യാം. ഭൂമിയും പരിസ്ഥിതിയും സുരക്ഷിതമായെങ്കിൽ മാത്രമേ അതിലെ ഒരു ജീവനായ മനുഷ്യനും നിലനിൽപ്പുള്ളൂ. ജൈവ വൈവിധ്യ സമ്പുഷ്ടമായ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നാം ഓരോരുത്തർ വ്യക്തിയിലും അർപ്പിതമാണ്. ഭൂമിയിൽ നിലനിൽക്കാനും ജീവിതം തുടരാനും നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭൂമി മലിനമാക്കാതിരിക്കാനുള്ള നടപടികൾ നാം ഓരോരുത്തരും കൈക്കൊള്ളണം. നമ്മുടെയും അടുത്ത തലമുറയുടെയും ഭാവി സുരക്ഷിതമാക്കാൻ ഈ നടപടികൾ സഹായിക്കും. നല്ലൊരു നാളേക്കായി നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ ലാൻഡ് പൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു. ലാൻഡ് പൊല്യൂഷന്റെ സൊല്യൂഷൻ കോസസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ, ഇമ്പാക്ട്, സൊല്യൂഷൻ ഫോർ ലാൻഡ് പൊല്യൂഷൻ. നെക്സ്റ്റ് ജസ്റ്റ് കൺക്ലൂഷൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അന്ന് കുറച്ച് എടുത്തുകൊണ്ട് ബാക്കി ഇങ്ങനെ പറയുന്നതുകൊണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല. എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറയാം. സൊല്യൂഷൻ ഒന്നും കൂടി പറയൂടാ. ഓക്കെ. ജസ്റ്റ് പോയിന്റുകൾ മാത്രം പറഞ്ഞാൽ മതി, ഒന്ന് നോട്ട് ചെയ്യാനായിരുന്നു. അല്ല, ഞാൻ എന്തായാലും PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ജസ്റ്റ് പറയാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റ്, റിഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ്. ഓക്കെ അല്ലേ? സെക്കൻഡ്, ബൈ ബയോഡിഗ്രേഡബിൾ പ്രൊഡക്റ്റ്. ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ലാൻഡ് പൊല്യൂഷന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് കാണുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്രിയേറ്റ് ഡംപിങ് ഗ്രൗണ്ട് അവേ. 3 പോയിന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ആണ്. ഫോർത്ത്, ഡു ഓർഗാനിക് ഗാർഡൻ. ഓക്കെ ആണോ? ഹലോ, ഓക്കേടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?
അന്ന് എടുത്തിട്ട് ബാക്കി ഇങ്ങനെ എടുക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും? ഇല്ലടാ, ക്ലിയർ ആണ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ് മഞ്ജു, ഞാൻ പറഞ്ഞില്ലേ, അവളാണ് ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ. ശരി. മാം ക്യാമറ ഓൺ ആക്കണമെന്ന്. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ മാം. ഇച്ചിരി ചുമയുടെ ഒരു ബുദ്ധിമുട്ട്. കുഴപ്പമില്ല കുഴപ്പമില്ല. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് മൈ ഫ്രണ്ട്സ്. ഇവിടെ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ലാൻഡ് പൊല്യൂഷനെ കുറിച്ചാണ്. നസ്രിയ എടുത്ത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ലാൻഡ് പൊല്യൂഷൻ അഥവാ ഭൂമലിനീകരണം എന്നാൽ എന്താണെന്ന് വെച്ചാൽ, ഭൂനിരപ്പിന് മുകളിലും താഴെയുമുള്ള ഭൂമിയുടെ കരയുടെ ഉപരിതലത്തിന്റെ അപചയത്തെയാണ് ഭൂമലിനീകരണം എന്ന് വിളിക്കുന്നത്. അതായത് ഭൂനിരപ്പിന് മുകളിലും താഴെയുമുള്ള ഭൂമിയുടെ കരയുടെ ഉപരിതലത്തിന്റെ അപചയത്തെ ഭൂമലിനീകരണം എന്ന് വിളിക്കുന്നു. ഇത് പ്രധാനമായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഡെഫിനിഷൻ പറയൂ. ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ലാൻഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ ഡിഗ്രഡേഷൻ ഓഫ് ദ land surface both above and below ground level is referred to as land pollution. ഒന്നുകൂടെ പറയാവേ. The degradation of the Earth's land surface both above and below ground level is referred to as land pollution. ഇതിന്റെ കാരണങ്ങള് മാലിന്യങ്ങൾ, കമ്പോസ്റ്റ്, മറ്റ് വിഷവസ്തുക്കൾ എന്നിവ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഭൂമലിനീകരണം സംഭവിക്കുന്നു. Land pollution occurs when trash, compost and other toxins are dumped on the land, contaminating or polluting it. Land pollution is caused by human activity such as littering and wash ashore from boat, oil tanks and sewage treatment plants. മാലിന്യങ്ങൾ, കമ്പോസ്റ്റ്, മറ്റ് വിഷവസ്തുക്കൾ എന്നിവ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഭൂമലിനീകരണം സംഭവിക്കുന്നു. മാലിന്യം തള്ളൽ, ബോട്ടുകൾ, എണ്ണവളയം, മലിനജല സംസ്കരണ പ്ലാന്റുകൾ എന്നിവയിൽ നിന്ന് കരയിലേക്ക് ഒഴുക്കിവിടുന്ന മാലിന്യങ്ങൾ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളാണ് ഭൂമലിനീകരണത്തിന് കാരണം. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? അത് അവിടെ ഡൗട്ട് ഉണ്ടോ എന്തേലും? കോസസ് മാത്രം ഒന്ന് ഇംഗ്ലീഷ് റീഡ് ചെയ്യണം. Land pollution occurs when trash, compost and other toxins are dumped. ലാൻഡ് പൊല്യൂഷന്റെ കാരണങ്ങൾ താഴോട്ട് വരുന്നതേ ഉള്ളേ. ഭൂഗർഭ ജലത്തെയും മണ്ണിനെയും മലിനമാക്കുന്ന ഖരദ്രാവക മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതാണ്. മണ്ണിന്റെ പ്രവേശനക്ഷമത കൂടുന്നതിനനുസരിച്ച് ഭൂമലിനീകരണത്തെ സാധ്യതയും വർദ്ധിപ്പിക്കാൻ കാരണം. അതായത് മണ്ണ് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, മണ്ണിന്റെ മുകളിലെ പാളിക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരുതരം മണ്ണ് മലിനീകരണമാണ് മണ്ണ് മലിനീകരണം. Land pollution causes soil pollution is a form of land pollution
in which the soil's upper layer is harmed. Overuse of chemical fertilizers, soil degradation caused by running water, and other pest control measures contribute to the loss of agricultural land, forest cover, and grazing pastures, among the other things. Various cause of land pollution is listed below. കുറച്ച് കാരണങ്ങളാണ് കാർഷിക പ്രവർത്തനങ്ങൾ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി, മിന്നിങ് ആക്ടിവിറ്റി അതായത് ഖനന പ്രവർത്തനങ്ങള്, നഗരവൽക്കരണം അർബനൈസേഷൻ, പിന്നെ ആണവ മാലിന്യം, ന്യൂക്ലിയർ വേസ്റ്റ്, ഇതൊക്കെ ലാൻഡ് പൊല്യൂഷന്റെ കോസസ് ആണ്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് as animal production grows, it becomes deconvoluted from crop production, causing normal nutrient cycle between plants, soil, and animals to be disputed, resulting in the widespread use of synthetic hybrids, insecticides, bactericides, and fertilizers, all of which contribute to pollution. ഒന്നുകൂടി പറയാം. മനസ്സിലായില്ല. ഇംഗ്ലീഷോ? ചിലതൊന്നും ക്ലിയർ ആയില്ല. മലയാളം ഒന്നുകൂടെ പറയാവേ. കാർഷിക പ്രവർത്തനങ്ങൾ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അത് വിള ഉൽപാദനത്തിൽ നിന്ന് വിഘടിക്കുന്നു. ഇത് സസ്യങ്ങൾ, മണ്ണ്, മൃഗങ്ങൾ എന്നിവയ്ക്കിടയിലൂടെ സാധാരണ പോഷകക്കണികൾ ഗുരുതരമായി വിതരണം ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇത് സിന്തറ്റിക് ഹെർബിസൈഡുകൾ, കീടനാശിനികൾ, ബാക്ടീരിയ നാശിനികൾ, വളങ്ങൾ എന്നിവയുടെ വ്യാപക ഉപയോഗത്തിലേക്ക് നയിക്കുന്നു. ഇവയെല്ലാം മലിനീകരണത്തിന് കാരണമാകുന്നു. ഒന്നുകൂടി പറയണം. ചിലയിടത്ത് ക്ലിയർ ആയില്ല, കുറച്ചൊക്കെ ക്ലിയർ ആയുള്ളൂ. അതായത് അനിമൽ പ്രൊഡക്ഷൻ അധികമാവുമ്പോ എന്താ ഉണ്ടാവണം? അതോ ഈ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തിട്ടുള്ള സസ്യങ്ങൾ കഴിക്കുമ്പോൾ അനിമൽസിന് ഹാം, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അല്ല, മൃഗങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അത് വിള ഉൽപാദനത്തിൽ നിന്ന് വിഘടിക്കുന്നു. ഇത് സസ്യങ്ങൾ, മണ്ണ്, മൃഗങ്ങൾ എന്നിവയ്ക്കിടയിലൂടെ സാധാരണ പോഷകക്കണികൾ ഗുരുതരമായി വിതരണം ചെയ്യുന്നതിന് കാരണമാകുന്നു. അതായത് നമ്മളൊക്കെ കഴിക്കുന്ന കാരണം തന്നെ. ഇത് സിന്തറ്റിക് ഹെർബിസൈഡുകൾ, കീടനാശിനികൾ, ബാക്ടീരിയ നാശിനികൾ, വളങ്ങൾ എന്നിവയുടെ വ്യാപനത്തിന്, അതായത് രാസവളങ്ങളൊക്കെ ഒത്തിരി ഉപയോഗിക്കത്തില്ലേ? അപ്പൊ നമ്മൾ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അതുമൂലം രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇവയെല്ലാം മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. എനിക്ക് ഇവിടെ മനസ്സിലാവാത്തത് ഇതെന്താ അനിമൽ പ്രൊഡക്ഷൻ വളരുമ്പോൾ എന്നുള്ളത് എന്തിനാ അത് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അനിമൽ പ്രൊഡക്ഷൻ ഗ്രോസ്, മൃഗങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച്. മൃഗങ്ങളുടെ ഉൽപാദനം അഗ്രികൾച്ചർ ആക്ടിവിറ്റി അല്ലേ? അതെ, അഗ്രികൾച്ചർ ആക്ടിവിറ്റി പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ അത് അനിമൽസ് കഴിക്കുന്നു, അങ്ങനെ പറഞ്ഞ പോരെ? ഇപ്പൊ അനിമൽസ് പ്രൊഡക്ഷൻ കൂടണമെന്ന് എന്തിനാ പറഞ്ഞത്? അതായത് ഗൂഗിളിനകത്ത് എങ്ങനെയാണ് സെർച്ച് ചെയ്തപ്പോ കണ്ടേ.
ഓക്കെ, ഈ അനിമൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്തൊക്കെയോ കണികകള് വിഘടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ക്ലിയർ ആവണില്ല. As animal production grows, it becomes deconvoluted from crop production, causing normal nutrient cycles between plants, soil, and animals to be survived, distributed, resulting in the widespread use of synthetic herbicides, insecticides, bactericides, and fertilizers of all of which contribute to pollution. അതായത് അനിമൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് വിളകളും കൂട്ടണം. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ പെസ്റ്റിസൈഡ്സിന്റെ ഇതിന്റെയൊക്കെ ഉപയോഗം കൂടുന്നു. കൂടുന്നു. അത് കൂടുന്നു. മലിനീകരണത്തിന് വ്യാപകമായ തോതിൽ കാരണമാകുന്നത് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഞാനൊന്ന് അത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെ മിന്നിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഖനന പ്രവർത്തനം. Mining has the potential to pollute the air and water supply, damage biodiversity and ecosystem, and permanently alter natural landscape. Mining harms the ecosystem by destroying habitats, causing soil erosion, and polluting surface water, groundwater, and soil. വായു ഖനന പ്രവർത്തനം എന്ന് പറഞ്ഞാല് വായു, ജലവിതരണം എന്നിവയെ മലിനമാക്കാനും ജൈവ വൈവിധ്യത്തെയും ആവാസ വ്യവസ്ഥയെയും നശിപ്പിക്കാനും പ്രകൃതി ദൃശ്യങ്ങളെ ശാശ്വതമായി മാറ്റാനും ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കാനും മണ്ണൊലിപ്പിന് കാരണമാകാനും ഉപരിതലം, ജലം, ഭൂഗർഭജലം, മണ്ണ് എന്നിവ മലിനമാക്കാനും ഖനനത്തിന് കഴിവുണ്ട്. മിന്നിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വായു, ജലവിതരണം എന്നിവയെ മലിനമാക്കാനും ജൈവ വൈവിധ്യത്തെയും ആവാസ വ്യവസ്ഥയെയും ഇതിനെയൊക്കെ നശിപ്പിക്കാൻ ഈ മിന്നിങ് ആക്ടിവിറ്റി അതായത് ഖനന പ്രവർത്തനത്തിന് കഴിയും. ശാശ്വതമായി തുടച്ചു മാറ്റാൻ ഇപ്പൊ എല്ലാം മിക്കതും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ എക്കോ സിസ്റ്റം ഒക്കെ. മണ്ണൊലിപ്പിന് കാരണമാകാനും ഉപരിതലം, ജലം, ഭൂഗർഭജലം, മണ്ണ് എന്നിവയെ മലിനമാക്കാനും ഖനനത്തിന് കഴിവുണ്ട്. ഖനന പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായോ? ഇനി അടുത്ത നഗരവൽക്കരണം, അർബനൈസേഷൻ. Intensive urbanization will exacerbate poverty by preventing local municipalities from providing service to all residents. Increased air pollution from concentrated energy usage has a direct effect on human health. Lead levels in urban air are elevated as a result of automobile emission. നഗരവൽക്കരണം എന്ന് പറഞ്ഞാല് intensive urbanization will exacerbate poverty by preventing local municipalities from providing services to all residents. തീവ്രമായ നഗരവൽക്കരണം പ്രാദേശിക മുനിസിപ്പാലിറ്റികളിൽ എല്ലാ താമസക്കാർക്കും സേവനങ്ങൾ നൽകുന്നത് തടയുന്നതിലൂടെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കും. വർദ്ധിച്ചു വരുന്ന വായു മലിനീകരണം, കേന്ദ്രീകൃത ഊർജ ഉപയോഗം മനുഷ്യന്റെ ആരോഗ്യത്തെ
നേരിട്ട് ബാധിക്കുന്നു. വാഹനത്തിലൂടെ പുക പുറന്തള്ളുന്നതിന്റെ ഫലമായി നഗരവായുവിലെ ലേഡിന്റെ അളവ് ഉയരുന്നു. നഗരവൽക്കരണം മനസ്സിലായോടാ? ഒന്നുകൂടി ക്ലിയർ ആക്കി തരുമോ? തീവ്രമായ നഗരവൽക്കരണം പ്രാദേശിക മുനിസിപ്പാലിറ്റികളിൽ എല്ലാ താമസക്കാർക്കും സേവനങ്ങൾ നൽകുന്നത് തടയുന്നതിലൂടെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കും. വർദ്ധിച്ചു വരുന്ന വായു മലിനീകരണം, കേന്ദ്രീകൃത ഊർജ ഉപയോഗം മനുഷ്യന്റെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. വാഹനങ്ങളിലൂടെ പുറന്തള്ളുന്ന പുകയുടെ അളവ് വർദ്ധിക്കുന്നതിന്റെ ഫലമായി നഗരവായുവിലെ ലേഡിന്റെ അളവ് ഉയരുന്നു. Intensive urbanization will exacerbate poverty by preventing local municipalities from providing service to all residents. Increased air pollution from concentrated energy usage has a direct effect on human health. ഇത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് നേരിട്ട് ബാധിക്കുന്നു. മനുഷ്യന്റെ ശരീരത്തെ ആരോഗ്യത്തെ ബാധിക്കുന്നു. Lead levels in urban air are elevated as a result automobile emission. Okay അല്ലേ? ഓക്കെ ആണ്. ഇനി ആണവ മാലിന്യം, ന്യൂക്ലിയർ വേസ്റ്റ്. The soil is also contaminated by radioactivity waste from nuclear research station and nuclear power plants. Nuclear waste. The soil is also contaminated by radioactive waste from nuclear research station and nuclear power plants, as well as പാരഗ്രാഫ് കുറച്ച് പറഞ്ഞിട്ട് അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരാമോ? ഇതെല്ലാം കൂടി ഇങ്ങനെ വായിച്ചിട്ട് പറയുമ്പോ ഒന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ. ന്യൂക്ലിയർ വേസ്റ്റ്, ആണവ മാലിന്യം എന്ന് പറഞ്ഞാല് the soil is also contaminated by radioactive waste. ആണവ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ആണവ നിലയങ്ങളിൽ നിന്നുമുള്ള റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ, ആണവ സ്ഫോടനത്തിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് വീഴ്ചകൾ എന്നിവയാലാണ് മണ്ണ് മലിനമാകുന്നത്. The soil is also contaminated by radioactive waste from nuclear research station and nuclear power plants, as well as radioactive fallout from nuclear explosion. Since radioactive materials have a long half-life, they can survive in the soil for long periods of time. ആണവ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ആണവ നിലയങ്ങളിൽ നിന്നുമുള്ള റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ, ആണവ സ്ഫോടനത്തിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് വീഴ്ചകൾ എന്നിവയാൽ മണ്ണ് മലിനമാകുന്നു. റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾക്ക് അർദ്ധായുസ്സ് ഉള്ളതിനാൽ അവയ്ക്ക് മണ്ണിൽ വളരെ കാലം നിലനിൽക്കാൻ കഴിയും. Since radioactive materials have a long half-life, they can survive in the soil for long periods of time. റേഡിയോആക്റ്റീവ് വസ്തുക്കൾക്ക് അർദ്ധായുസ്സ് ഉള്ളതിനാൽ അവയ്ക്ക് മണ്ണിൽ വളരെ കാലം നിലനിൽക്കാൻ കഴിയും. മനസ്സിലായോ? ഇനി ഭൂമലിനീകരണത്തിന്റെ ഫലങ്ങളാണ്. ഭൂമലിനീകരണത്തിന്റെ വിവിധ ഫലങ്ങൾ എന്ന് പറഞ്ഞാല്
land pollution effect. Land pollution, ഈ ലാൻഡ് പൊല്യൂഷനും സോയിൽ പൊല്യൂഷനും വേറെ വേറെയാണോ? മണ്ണ് മലിനീകരണം വഴി ലാൻഡ് പൊല്യൂഷൻ ഉണ്ടാകുന്നു. അതായത് സോയിൽ പൊല്യൂഷൻ കാരണം ലാൻഡ് പൊല്യൂഷനിലേക്ക് വഴിതിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ലാൻഡ് പൊല്യൂഷൻ എഫക്ട് എന്തോ? അല്ലടാ, ഇതിപ്പോ നിങ്ങൾ എത്ര പേരുടെ ടോപ്പിക് എടുക്കണത്? 3 പേരാണോ അത് 2 ആളാണോ? ഇന്ന് രജിത ഒരാളും കൂടെ ഉണ്ട്, രജിത ഇല്ലെന്ന് പറഞ്ഞു. അതെ, അവരെടുക്കുന്നില്ല അല്ലെ. അപ്പോ ജസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് പറയോ? അല്ല, എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോണെന്നുള്ളത്. ഇവരുടെ സെമിനാർ മുന്നേ എടുത്ത ആളും കഴിഞ്ഞാണ് പ്രസീത. അവരുടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന 2 ആൾക്കാര്. എന്താണ്? ഞാൻ ഇപ്പൊ എടുത്തേക്കുന്നത്. അതെല്ലേ, അതിന്റെ കണ്ടിന്യൂഷൻ പോലെയാണോ? എന്താ, ഏത് പാർട്ടാണ്? അവരെടുത്തതും ലാൻഡ് പൊല്യൂഷൻ ആണ്, നിങ്ങൾ എടുക്കുന്നതും ലാൻഡ് പൊല്യൂഷൻ. കോസസും എഫക്റ്റും പിന്നെ അതിന്റെ സൊല്യൂഷനും കൂടെ. ഇനി എഫക്റ്റ്. അതെ, അതെന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, മഞ്ജു രാകേഷാണ് ആദ്യം നമ്മളെ ലാൻഡ് പൊല്യൂഷന് ഫസ്റ്റ് പ്രസന്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവള് അന്ന് വരാത്തോണ്ട് ഞാൻ ടോട്ടലായിട്ട് എടുത്തതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലേ, ഫസ്റ്റ് ലാൻഡ് പൊല്യൂഷൻ എന്താണെന്നും ഡെഫിനിഷൻ എന്താണെന്നും കോസ് ഓഫ് ലാൻഡ് പൊല്യൂഷനും ഇമ്പാക്റ്റ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ, സൊല്യൂഷൻ ഫോർ ലാൻഡ് പൊല്യൂഷൻ, കൺക്ലൂഷൻ, അതാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. പക്ഷെ ഇവള് പ്രസന്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ലാൻഡ് പൊല്യൂഷൻ ഒറ്റ ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് പാർട്ട് വൈസ് ആയിട്ടല്ല എടുത്തിട്ടുള്ളത്. ടോട്ടലായിട്ട് ഒരാൾ പ്രസന്റ് ചെയ്തിട്ട് അതിന് കൺക്ലൂഷൻ കൊടുക്കുക എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾ അന്ന് വരാത്തത് കൊണ്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളില്ലാത്തത് കൊണ്ട് ഫസ്റ്റ് മുതൽ ഞാനാണ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഓക്കെ, അതാണ് ഞാൻ 2 പേരും ഒരേ ടോപ്പിക്കാണ് പറയണത്. പക്ഷെ റിപ്പീറ്റ് ചെയ്യുമ്പോ എന്തുകൊണ്ടാണ് റിപ്പീറ്റേഷൻ വരുന്നതെന്ന് അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആയി. നിങ്ങൾ എടുത്ത ടോപ്പിക്കിന് ഡിഫറെന്റ് ആണോ? ഇന്ന് അവള് ചെയ്യുന്നു എന്ന് മാത്രം. ഞാൻ ഓൾറെഡി എല്ലാതും ഫിനിഷ് ചെയ്ത്. മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, ഞാൻ വിചാരിച്ചു ഇനി ലാൻഡ് പൊല്യൂഷൻ വേറെ സോയിൽ പൊല്യൂഷൻ വേറെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുകയാണോ. പിന്നെ അത് തന്നെ പിന്നെയും ലാൻഡ് പൊല്യൂഷനുള്ളിൽ കയറി വരുന്നുണ്ട്. അപ്പൊ എന്താന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അവളന്ന് വരാത്തതുകൊണ്ടാണ് ഞാനത് എടുത്തത്. കാരണം നിങ്ങൾക്ക് കൺക്ലൂഷൻ ആണല്ലോ, അപ്പൊ നമുക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ എടുത്തത്. പിന്നെ അവൾ ഓക്കെ ആയപ്പോ ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിനക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നത്. ഒരേ ടോപ്പിക് 2 പേരും എടുക്കുകയാണ് അല്ലേ? സെയിം ടോപ്പിക്. അവളന്ന് വരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് തന്ന ടോപ്പിക് ഞങ്ങൾ 2 പേരും പ്രസന്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ശരി. വേരിയസ് എഫക്ട് ഓഫ് ലാൻഡ് പൊല്യൂഷൻ. പല കാരണങ്ങളാണ്. കാരണങ്ങൾ എന്താണ് എന്ന് വെച്ചാൽ ഇതുമൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ: ആസിഡ് റെയിൻ, ആസിഡ് മഴ, പിന്നെ കൃഷിയിടങ്ങളുടെ നാശം, റെസ്പിറേറ്ററി ഹെൽത്ത് പ്രോബ്ലംസ്, അത് മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങൾ. ഈ ആസിഡ് മഴ എന്ന് പറഞ്ഞാല് forest especially those at higher elevations are also harmed by acid rain and fog. Acid deposits deplete vital nutrients like calcium and aluminum to be released into the soil. ആസിഡ് മഴ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിലുള്ള വനങ്ങളും ആസിഡ് മഴയും മൂടൽമഞ്ഞും മൂലം ദോഷം അനുഭവിക്കുന്നു. Forests, especially
Those at higher elevations are also harmed by acid rain and fog. പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങളിലുള്ള വനങ്ങളും ആസിഡ് മഴയും മൂടൽ മഞ്ഞും മൂലം ദോഷം അനുഭവിക്കുന്നു. മനസ്സിലായോ ആസിഡ് റെയിൻ എന്താ? അലുമിനിയം റിലീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതെന്താ? ആസിഡ് നിക്ഷേപം കാൽസ്യം പോലുള്ള സുപ്രധാന പോഷകങ്ങളെ ഇല്ലാതാക്കുകയും അലൂമിനിയം മണ്ണിലേക്ക് പുറത്തുവിടാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഇത് മരങ്ങൾക്ക് വെള്ളം ആഗിരണം ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ആസിഡുകൾ ഇലകൾക്കും സൂചികൾക്കും കേടുവരുത്തുന്നു. Acid deposits deplete vital nutrients like calcium and allow aluminum to be released in the soil. ആസിഡ് നിക്ഷേപം കാൽസ്യം പോലുള്ള സുപ്രധാന പോഷകങ്ങളെ ഇല്ലാതാക്കുകയും അലൂമിനിയം മണ്ണിലേക്ക് പുറത്തുവിടാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അതായത് ആസിഡിന്റെ നിക്ഷേപം മൂലം കാൽസ്യം പോലുള്ള സുപ്രധാന പോഷകങ്ങളെ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കിയിട്ട് അലൂമിനിയം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്നു. ആസിഡിനെ മനസ്സിലായോ? അത് കംപ്ലീറ്റ് ചെയ്യടാ, അതിന്റെ പറഞ്ഞത് പ്ലാന്റ്സിന്റെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി അതും കൂടി ഒന്ന് മുഴുവനാക്കായിരുന്നു. Making it difficult for trees to absorb water. Acid also damage the leaves and the needles of trees. Making it difficult for trees to absorb water. Acid also damage the leaves and the needles of trees. ഇത് മരങ്ങൾക്ക് വെള്ളം ആഗിരണം ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആസിഡുകൾ ഇലകൾക്കും സൂചികൾക്കും കേടുവരുത്തുന്നു. അതായത് അലൂമിനിയം മണ്ണിലേക്ക് ഇറങ്ങുന്നു പറഞ്ഞില്ലേ, അപ്പം ഇത് മരങ്ങൾക്ക് സസ്യങ്ങൾക്ക് വെള്ളം ആഗിരണം ചെയ്ത് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ആസിഡുകൾ ഇലകൾക്കും സൂചികൾക്കും കേടുവരുത്തുന്നു. മനസ്സിലായോ? ഇനിയും റെസ്പിറേറ്ററി ഹെൽത്ത് അതിന് മുമ്പേ കൃഷിയിടങ്ങളുടെ നാശം. മണ്ണ് മലിനീകരണത്തിന്റെ ഫലമായി ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കുന്നു. മണ്ണ് മലിനീകരണം ഇംഗ്ലീഷ് എന്ന് പറയോ? ഹെഡിങ്ങിന്റെ അഗ്രികൾച്ചർ കൃഷിയിടങ്ങളുടെ എന്താ അതിന്റെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാതെ മഞ്ജു ഒരു മിനിറ്റ്, ഞാൻ മാമിനോട് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. മാം കേൾക്കുന്നുണ്ടോ? മാം എനിക്ക് പെട്ടെന്ന് പുറത്തോട്ടൊന്ന് പോകേണ്ടി വന്നതുകൊണ്ടാണ്. മാം ഒരു 5 പേര് സെമിനാർ എടുക്കാൻ താല്പര്യമുള്ള നെയിം തന്നിട്ടുണ്ട്. മാം അവരുടെ ടോപ്പിക്കും കൂടി ഇത് കഴിയുമ്പോൾ ഒന്ന് പറയണേ. ഞാനൊന്ന് പുറത്തേക്ക് പോകും. ആ നെയിം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോളാം. മാം അവരുടെ 5 പേരാണ് നെയിം തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. എടാ, മാം പറയുന്ന ടോപ്പിക് ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്തേക്കണം ആരെങ്കിലും. എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മഞ്ജു. ടൈപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? കണ്ടു. Deterioration of field. മണ്ണ് മലിനീകരണത്തിന്റെ ഫലമായി ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കുന്നു. ഇത് മണ്ണിന്റെ ജൈവ വൈവിധ്യത്തെ മാറ്റുന്നു.
ഇത് മണ്ണിന്റെ ജൈവ വൈവിധ്യത്തെ മാറ്റുന്നു. മണ്ണിന്റെ ജൈവ വസ്തുക്കൾ കുറയ്ക്കുന്നു. മണ്ണിൽ ഫലഭൂഷ്ടമായ പല ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. ആ ഘടകങ്ങളെയെല്ലാം നശിപ്പിക്കാനായിട്ട് ഇത് കാരണമാകുന്നു. മണ്ണിന്റെ ജൈവ വസ്തുക്കളെ കുറയ്ക്കുന്നു. മണ്ണിന്റെ ഫിൽറ്ററിംഗ് കഴിവ് കുറയ്ക്കുന്നു. ഇത് മണ്ണിലും ഭൂഗർഭ ജലത്തിലും അടങ്ങിയിരിക്കുന്ന ജലത്തെ മലിനമാക്കുന്നു. ഇത് മണ്ണിലെ പോഷക അസന്തുലിതാവസ്ഥയ്ക്ക് നയിക്കുന്നു. Deteriorations of field. A chain reaction occurs as a result of soil contamination. It alters soil biodiversity, decrease soil organic matter, and reduce soil's filtering ability. It also contaminates water contained in the soil and groundwater, resulting in a nutrient imbalance in the soil. ഇത് മണ്ണ് മലിനീകരണത്തിന്റെ ഫലമായി ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കുന്നു. A chain reaction occurs as a result of soil contamination. മണ്ണ് മലിനീകരണത്തിന്റെ ഫലമായി ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കുന്നു. A chain reaction occurs as a result of soil contamination. ഇത് മണ്ണിന്റെ ജൈവ വൈവിധ്യത്തെ മാറ്റുന്നു. മണ്ണിന്റെ ജൈവ വസ്തുക്കൾ കുറയ്ക്കുന്നു. It alters soil biodiversity, decrease soil organic matter, and reduce soil's filtering ability. മണ്ണിന്റെ ഫിൽറ്ററിംഗ് കഴിവ് കുറയ്ക്കുന്നു. ഇത് മണ്ണിലും ഭൂഗർഭ ജലത്തിലും അടങ്ങിയിരിക്കുന്ന ജലത്തെ മലിനമാക്കുന്നു. ഇത് മണ്ണിലും ഭൂഗർഭ ജലത്തിലും അടങ്ങിയിരിക്കുന്ന ജലത്തെ നശിപ്പിക്കുന്നു. It also contaminates water contained in the soil and groundwater. ഇത് മണ്ണിലെ പോഷക അസന്തുലിതാവസ്ഥയ്ക്ക് നയിക്കുന്നു. ഇത് മണ്ണിലെ പോഷക അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നു. Resulting in nutrient imbalance in the soil. അതായത് എന്തൊക്കെയാ കൃഷിയിടങ്ങളുടെ നാശം മൂലം ഉണ്ടാകുന്നത് അതിലേക്ക് നയിക്കുന്നതെന്ന് വെച്ചാൽ മണ്ണ് മലിനീകരണത്തിന്റെ ഫലമായി ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കുന്നു. ഇത് മണ്ണിന്റെ ജൈവ വൈവിധ്യത്തെ മാറ്റുന്നു. മണ്ണിന്റെ ജൈവ വസ്തുക്കൾ കുറയ്ക്കുന്നു. മണ്ണിന്റെ ഫിൽറ്ററിംഗ് കഴിവ് കുറയ്ക്കുന്നു. ഇത് മണ്ണിലും ഭൂഗർഭ ജലത്തിലും അടങ്ങിയിരിക്കുന്ന ജലത്തെ മലിനമാക്കുന്നു. ഇത് മണ്ണിലെ പോഷക അസന്തുലിതാവസ്ഥയിലേക്ക് നയിക്കുന്നു. മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. ക്ലിയറായി. ഓക്കെ. ഇനി അടുത്ത റെസ്പിറേറ്ററി ഹെൽത്ത് പ്രോബ്ലംസ്. ശ്വസന ആരോഗ്യ പ്രശ്നങ്ങൾ. റെസ്പിറേറ്ററി ഹെൽത്ത് പ്രോബ്ലംസ്. ശ്വസന ആരോഗ്യ പ്രശ്നങ്ങൾ. വായു മലിനീകരണം നിങ്ങളെ എപ്പോഴും അസ്വസ്ഥമാക്കും. ശ്വാസതടസ്സം, ചുമ, ശ്വാസം മുട്ടൽ, ആസ്മ, ഹൃദയാഘാതം, നെഞ്ചുവേദന, ശ്വാസകോശ അർബുദം, ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയ്ക്ക് കാരണമാകും. റെസ്പിറേറ്ററി ഹെൽത്ത് പ്രോബ്ലംസ് എന്നാൽ എയർ പൊല്യൂഷൻ ക്യാൻ ഇറിറ്റേറ്റ് യുവർ ഓൾവേസ് causing shortness of breath, ശ്വാസതടസ്സം, കഫിംഗ്, ചുമ, ശ്വാസമുട്ടൽ, വീസിംഗ്, ആസ്മ, അറ്റാക്ക് ആൻഡ് ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന.
ലങ് ക്യാൻസർ, ശ്വാസകോശ അർബുദം, ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം, സ്ട്രോക്ക്, പക്ഷാഘാതം ഇവയ്ക്കൊക്കെ കാരണമാവും. ഏറ്റവും മോശം സാഹചര്യത്തിൽ അകാല മരണം എന്നിവയെല്ലാം വായു മലിനീകരണത്തിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളാണ്. ഏറ്റവും മോശം സാഹചര്യത്തിൽ അകാല മരണം എന്നിവയെല്ലാം വായു മലിനീകരണത്തിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളാണ്. And in the worst case scenario, premature death are also risks associated with the air pollution expert. വായു മലിനീകരണം നിങ്ങളെ എപ്പോഴും അസ്വസ്ഥമാക്കും. ശ്വാസതടസ്സം, ചുമ, ശ്വാസമുട്ടൽ, ആസ്മ, ഹൃദയാഘാതം, നെഞ്ചുവേദന, ശ്വാസകോശ അർബുദം, ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയ്ക്കും കാരണമാകും. ഏറ്റവും മോശം സാഹചര്യത്തിൽ അകാല മരണം എന്നിവയെല്ലാം വായു മലിനീകരണത്തിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളാണ്. നമ്മളെയൊക്കെ മനുഷ്യരെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലായോ? ഇനി അടുത്ത ഭൂമലിനീകരണത്തിന്റെ പരിഹാരം. സൊല്യൂഷൻ ഓഫ് ലാൻഡ് പൊല്യൂഷൻ. ഭൂമിയുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനും പുനരുപയോഗിക്കുന്നതിനും വനവൽക്കരണവും പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭൂമിയുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനും പുനരുപയോഗിക്കുന്നതിനും വനവൽക്കരണവും പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. സൊല്യൂഷൻ ഓഫ് ലാൻഡ് പൊല്യൂഷൻ. ടു റെഡ്യൂസ് ലാൻഡ് എമിഷൻ, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. അതായത് റെഡ്യൂസ് ആൻഡ് റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഭൂമിയുടെ ഉദ്വമനം കുറയ്ക്കുന്നതിന് പുനരുപയോഗിക്കുന്നതിനും വനവൽക്കരണം പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രാക്ടീസ് reforestation and afforestation, organic fertilizers and integrated pest control methods and cooperation can all be used by farmers. ജൈവവളങ്ങൾ, സംയോജിത കീടനിയന്ത്രണ രീതികൾ. അതായത് ഒന്ന്, ജൈവവളങ്ങൾ, സംയോജിത കീടനിയന്ത്രണ രീതികൾ. ജൈവവളങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫെർട്ടിലൈസർ. സംയോജിത കീടനിയന്ത്രണ രീതികൾ എന്ന് പറഞ്ഞാൽ ആൻഡ് ഇന്റർഗ്രേറ്റഡ് ആൻഡ് അഫോറസ്റ്റേഷൻ രീതികൾ. വിള വളർത്തൽ എന്നിവയെല്ലാം കർഷകർക്ക് ഉപയോഗിക്കാം. ഭൂമി നികത്തൽ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭൂമി നികത്തൽ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും വന്യജീവികളെ സംരക്ഷിക്കുന്നതിനും ശബ്ദം കുറയ്ക്കുന്നതിനും ഊർജ ഉപയോഗം കുറയ്ക്കുന്നതിനും ആഗോളതാപനം മന്ദഗതിയിലാക്കുന്നതിനുമുള്ള എപ്പോഴും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പുനരുപയോഗ ശീലങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് നമ്മള് പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം വലിച്ചെറിയത്തില്ലേ, അതൊക്കെ ഒഴിവാക്കുക. അത് റീയൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഉപരിതല മണ്ണൊലിപ്പ് കുറയ്ക്കുന്നതിലൂടെയും ഫലഭൂഷ്ടമായ മുകളിലെ മണ്ണ് സംരക്ഷിക്കുന്നതിലൂടെയും വനവൽക്കരണം നദികളിലെയും തടാകങ്ങളിലെയും ചെളി അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുന്നു. ഇത് മണ്ണിന്റെ ഉപരിതലം അടയ്ക്കുന്നത് തടയുകയും ഒഴുകിപ്പോകുന്ന മഞ്ജു
തൊട്ട് എന്തോ മുന്നേ പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് പോയിന്റ്സ് വായിച്ചില്ല. ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴേ നമുക്കത് നോട്ട് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഓക്കെ മലയാളമല്ലേ ഇത്. പക്ഷെ ഇപ്പൊ നമുക്ക് പിന്നെ എവിടെയും ഇംഗ്ലീഷിലൊക്കെ അല്ലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അതിൽ ഇംഗ്ലീഷ് ഓക്കെ. ഇല്ല തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ്സിന്റെ. One of the most important ways to help minimize landfill waste, protected natural resource, preserve. ഞാൻ ഇത് നോട്ട് ഇട്ടേക്കാം അവിടെ ഗ്രൂപ്പിലോട്ടൊന്നുകൂടെ. ജസ്റ്റ് റീഡ് ചെയ്തോടാ, ജസ്റ്റ് റീഡ് ചെയ്തോ. നമുക്ക് ആ നോട്ട്സ് ശരി. എല്ലാവരുടെയും ഒരുപാടാവുമ്പോഴേ ചിലപ്പോൾ റെഫർ ആ ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിലേ ജസ്റ്റ് ലെക്ചർ ഓക്കെ. നോട്ട് വായിക്കാലോ വെച്ചിട്ടാ. പ്രസീത അവർക്ക് ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു, ചുമയൊക്കെ ആയിട്ടേ. പിന്നെ പ്രഗ്നന്റ് ഒക്കെ അല്ലേ, അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. ഓക്കെ അത് സോറി. കുഴപ്പമില്ല, കുഴപ്പമില്ല. One of the most important ways to help minimize landfill waste, protected natural resource, preserve wildlife, reduce noise, reduce energy use, and solve global warming is into corporate recycle habits into your everyday life. ഊർജ ഉപയോഗം കുറയ്ക്കുന്നതിനും ആഗോളതാപനം മന്ദഗതിയിലാക്കുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പുനരുപയോഗ ശീലങ്ങൾ ഉൾപ്പെടുത്തുക എന്നതാണ്. ഉപരിതല മണ്ണിലുപ്പ് കുറയുന്നതിലൂടെയും ഫലഭൂഷ്ടമായ മുകളിലെ മണ്ണ് സംരക്ഷിക്കുന്നതിലൂടെയും വനവൽക്കരണം നദികളിലെയും തടാകങ്ങളിലെയും ചെളി അടിഞ്ഞുകൂടുന്നതിന് ഒഴിവാക്കുന്നു. ഇത് മണ്ണിന്റെ ഉപരിതലം അടയ്ക്കുന്നത് തടയുകയും ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. പെട്രോളിയം അധിഷ്ഠിത പ്ലാസ്റ്റിക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഗണ്യമായ കുറഞ്ഞ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നു. Reforestation avoids river and lake sitting by reducing surface erosion and preserving the fertile topsoil. It prevents the soil surface from sealing and cuts down on the amount of rainwater that runs off when compared to petroleum-based plants. ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഡിഗ്രേഡ് ചെയ്യുമ്പോൾ അവ വിഷരഹിതമായ എന്തോ മാമിച്ചൂടെ ഉള്ള ആ ചോദ്യം കൂടെ ചോദിച്ചു തീർക്കാന്ന് വെച്ചാൽ. ഓക്കെ, വേഗം ആയിക്കോട്ടെ. എനിക്ക് വൈവ് ചെയ്ത് ഇടയ്ക്ക് വൈവ് ചെയ്യാനുണ്ട്. ഓക്കെ മാം. വന്നിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പെട്രോളിയം അധിഷ്ഠിത പ്ലാസ്റ്റിക് പുറത്തുവിടുന്ന as biodegradable plastic degrades, they decompose into non-toxic harmless components. Just 32% of the greenhouse gases released by petroleum-based plastic are produced by them. പെട്രോളിയം അധിഷ്ഠിത പ്ലാസ്റ്റിക് പുറത്തുവിടുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ 32% മാത്രമേ അവ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ മാം. 5 ചോദ്യങ്ങളുണ്ട്, ചോദിച്ചു തീർത്തേക്കട്ടെ. ആർക്കെങ്കിലും അറിയാവുന്ന പറഞ്ഞാൽ മതി. എന്താണ് ഭൂമലിനീകരണം? മലയാളത്തിൽ അറിയാവുന്ന പറഞ്ഞാൽ മതി. ആരെങ്കിലും പറയാമോ? ഡീഗ്രഡേഷൻ ഓഫ് എർത്ത് ലാൻഡ് സർഫസ്. ഓക്കെ.
ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതായത് ലാൻഡ് പൊല്യൂഷൻ കോസസ്. ഇംപ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, മൈനിങ്, ക്വാറിങ്, ഡീഫോറസ്റ്റേഷൻ, അർബനൈസേഷൻ. ഓക്കെ. ഇതിന്റെ എല്ലാം ഫലങ്ങൾ എന്തൊക്കെയാണ്? പല കാരണങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ എന്തൊക്കെയാണ്? ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, ആസിഡ് റെയിൻ ഉണ്ടാകും, പിന്നെ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ ഉണ്ടാവും, എയർ പൊല്യൂഷൻ, എക്കോളജിക്കൽ ഡാമേജ് ഉണ്ടാവും, റെസ്പിറേറ്ററി ക്യാൻസർ പോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. മനുഷ്യ ശരീരത്തിന് ഇതുമൂലം ഉണ്ടാകുന്ന ദോഷം. ഹെൽത്ത് ഇഷ്യൂസ് അത് പല രരോഗങ്ങളും ഇല്ലേ? ക്യാൻസർ ഉണ്ട്, റെസ്പിറേറ്ററി ഉണ്ട്, പിന്നെ സ്കിൻ ഡിസീസ് ഉണ്ടാവും, സ്കിൻ ക്യാൻസർ ഉണ്ടാവും. സ്ട്രോക്ക്. ഓക്കെ. പരിഹാരം എന്താ? എഫോറസ്റ്റേഷൻ, പിന്നെ റീസൈക്കിൾ, റീയൂസ്, റെഡ്യൂസ്, ജൈവ വളങ്ങൾ ഉപയോഗിക്കുക, സംയോജിത പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ. ഞാൻ ക്ലാസ് എടുത്ത് സംശയമുണ്ട്, എന്നാലും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയില്ല. അപ്പൊ PDF വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. ആ 5 പേർക്ക് 4th യൂണിറ്റിലെ ഫസ്റ്റ് യൂണിറ്റ് കേട്ടോ, സ്കൂൾ മാനേജ്മെന്റ് ആണ് അവർ എടുക്കേണ്ട ടോപ്പിക്. അത് ഫുൾ ചാപ്റ്റർ എടുക്കാം. മാം ഒന്നുകൂടി പറയുന്നു. സ്കൂൾ മാനേജ്മെന്റില് സ്കൂൾ മാനേജ്മെന്റ് ആ ടോപ്പിക് മൊത്തം എടുക്കണം. മുഴുവനും 5 പേര് ഡിവൈഡ് ചെയ്തെടുക്കാൻ മതി. അവർക്ക് ഇഷ്ടമുള്ള പോലെ ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ മാം. സ്കൂൾ മാനേജ്മെന്റ് ഫുൾ കേട്ടോ. ഓക്കെ മാം. സ്കൂൾ മാനേജ്മെന്റ് ഫുൾ. ഓക്കെ. ഓക്കെ മാം. അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം.